അപ്പൊ മച്ചാന്മാരെ ഇതേ തായ്ലൻഡ് വന്നിട്ട് കടല് കണ്ടില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാൻ. ഹായ് മച്ചാന്മാരെ, വെൽക്കം ടു പട്ടായ. അപ്പൊ അതെ നമ്മള് ഇനി പട്ടായ ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മുടെ സ്പൾബർ വണ്ടി എടുത്തു. സ്പൾബർ, വെൽക്കം ടു പട്ടായ. ഇന്ന് രണ്ടെണ്ണതിന്റെ വെള്ളത്തിൽ മുക്കാൻ പോവാണ്. ഞാൻ എന്തായാലും മുങ്ങും. നിന്നെ മുക്കിയിരിക്കും. മറിയാമ്മേനെ മുക്കണ്ട. മറിയാമ്മേനെ മുക്കൂല, മറിയാമ്മേനുള്ളതായിട്ടില്ല. അങ്ങനെ പട്ടായ ബീച്ചിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മളുടെ കൂടെ 2 പേർ പുതിയതായിട്ടുണ്ട്, എലിയും സാന്ദ്രയും. അപ്പൊ ഇന്ന് ഇവര് നമ്മള് പാരഷൂട്ടിൽ കൊണ്ടുപോയി കടലിൽ മുക്കാനായിട്ട് പോവാണ്. റെഡിയാണോ രണ്ടുപേരും? നിന്നെ ആദ്യം മുക്ക, നിന്നെ രണ്ടാമതും. നിന്നെ നോക്കണ്ട, നീ കടലിൽ മറ്റേ ജീവിയായിട്ട് കറങ്ങിയെടുക്കാനുള്ള കടൽ ജീവി. അപ്പൊ അതേ പട്ടായയുടെ മെയിൻ സിമ്പിൾ ആയിട്ടുള്ള പട്ടയ എന്ന് എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്കിൽ കാണാനായിട്ട് പറ്റും. ഓ, വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കരിഞ്ഞു കുത്തുന്ന വെയില് ആമ്പോ, പക്ഷെ ഇതിന്റെ വൈബ് വേറെ വൈബാട്ടാ. അങ്ങനത്തെ നമ്മുടെ യാത്ര തുടങ്ങാൻ. അപ്പോൾ നമ്മള് ഇന്ന് കടലിന്റെ നടുക്ക് ചെന്നിട്ടാണ്. സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. അതും 19 കിലോമീറ്ററോളം നമ്മൾ നല്ല സ്പീഡ് ബോട്ടിൽ. ആണോ? അന്ന് മാറ്റാം നമുക്ക്. 19 ഞാൻ കുറച്ചു 8 കിലോമീറ്റർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന വലിയ പാലത്തിൽ കൂടി നമ്മൾ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടാണ് പോകാനായിട്ട് പോകുന്നത്. പ്രവീണേ, നിനക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം. എന്തുണ്ട്? ആണോ? സാന്ദ്ര ഇവിടെ ഇത് പിന്നെ ഞാൻ ഇന്നലെ എക്സൈറ്റഡ്, ഇന്നലെ തൊട്ട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ചളിയടിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ബോറടിക്കാത്ത കാരണം ഇങ്ങനെ കണക്കണാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ, ഒരു ലോഡ് ആൾക്കാരുണ്ട്. ഇത് മൊത്തം ഈ കാണുന്ന പാലത്തിൽ കൂടി നടന്നു പോകുന്ന ആൾക്കാർ മൊത്തം ഇതേപോലെ ആക്ടിവിറ്റീസിന് വേണ്ടി പോകുന്നതാണ്. അപ്പൊ നമ്മൾ സ്പീഡ് ബോട്ടിലായിട്ടാ പോകുന്നത്. അങ്ങനെ ബോട്ട് കരയിൽ നിന്ന് എടുത്തു. ഇനി നമ്മൾ പോകുന്നത് പാരച്യൂട്ടിൽ പറക്കാനാണ്. റെഡിയാണോ പറക്കാൻ? വിരിഞ്ഞു തന്നെ പാരച്യൂട്ട് കണ്ട, അതില് 2നെയും കയറ്റി പറപ്പിക്കാൻ പോവാണ്. പേടിയുണ്ടെന്നല്ല, ഉപ്പളത്തിൽ ഇറങ്ങിയ എനിക്ക് ക്യൂട്ടസ് പോകും. മറിയാമ്മ പറക്കാനുണ്ടാ? മറിയാമ്മേനെ അപ്പച്ചെ കയ്യിൽ വെച്ച് പറപ്പിക്കുക. ഇങ്ങനെ ഹാരിസ് ഖാന ഇവിടുത്തെ പാരഷൂട്ടിൽ കേട്ടില്ലെന്നാ പറയുന്നത്. വള്ളി പൊട്ടി പോകുന്നത്. നമുക്ക് 2 എണ്ണം ഒരുമിച്ച് കൂട്ടി വെച്ച് പൊട്ടിപ്പിക്കാം. അല്ല, അതെ, നമുക്ക് മറിയാമ്മേനെ ഒരു ടേക്ക് കെയർ വേണം. അതുകൊണ്ട് ഹാരിസ് ഖാന് ഇപ്പൊ ടേക്ക് കെയർ ആക്കി വെച്ചേക്കാണ്. അങ്ങനെ എലീനെ പറത്തി വിടാൻ പോവാണ്. ഇന്റർനാഷണൽ പേടിത്തൂറി ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയ എലി ഇപ്പോ പാരഷൂട്ടിൽ പറക്കും. അതെ, ഇതെന്തിനാ മനസ്സിലായ? മുങ്ങിച്ചത്താലും അല്ലല്ല, മുങ്ങിച്ചത്താലും ഒരു ഉത്തരവാദി ആയിരിക്കില്ല എന്നുള്ളത്. കൈവിട്ടോടി. നീ താഴെത്തൂലടി. അത്ര ടൈറ്റ് ആയിരുന്നില്ല കഴിഞ്ഞോട്ടോ, ഇത് ഭയങ്കര ടൈറ്റ് ആക്കി. നടക്കാൻ പറ്റുള്ള സെറ്റാ. നമ്മൾ പറക്കാൻ പോവാണേ. ഹോട്ട് വീണ്ടും ആകാശത്തിന്റെ മുകളിൽ നമ്മളത് ബോട്ട് പറത്തിക്കൊണ്ട് പോയിട്ടാ. ഇനി ആടാ നമുക്ക് കിടന്ന്. ഇനി ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല. നമ്മളിങ്ങനെ പറന്ന് അടിപൊളി. എന്താ രസം നോക്കി. പൊന്നോ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണോട്ടാ. ഇതൊക്കെ കണ്ടാലല്ലേ രസം കിട്ടാ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ രസം കിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് ഇവിടെ ലാൻഡ് ചെയ്യൂട്ടാ. ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ലാൻഡ് ചെയ്യുവേ. ലാൻഡ് ചെയ്യുമ്പോൾ
താഴേക്ക് താഴേക്ക് അടിപൊളി സൂപ്പർ. താങ്ക് യു. അടുത്തായിട്ട് പ്രവീൺ മച്ചാനെ പൊക്കി വിടാൻ പോവാണേ. അങ്ങനെ നമ്മള് കോറൽ ഐലൻഡിലേക്ക് എത്തിക്കാട്ടാ. ഇവിടെയാണ് നമ്മള് ബനാന ബോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ സാന്ദ്ര ചെയ്യാനുള്ള ബനാന ബോട്ട്. സാന്ദ്രക്ക് പേടി, ഭയം. ഞങ്ങളെ ബനാന ബോട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിഡ്നി എഴുതി കൊടുക്കുകയാണ്, കാശില്ലാത്തോണ്ട്. ഹാരിസക്കട ഒരു കിഡ്നി, പ്രവീണിന്റെ ഒരു കിഡ്നി. നീ എന്തിനാ കൊടുക്കണേ? അതില്ലാത്ത സാധനം എങ്ങനെ കൊടുക്കൂടി. അപ്പൊ ഇനി അടുത്ത പരിപാടി ബനാന ബോട്ടിലാണ് കേട്ടോ. ബനാന ബോട്ടില് നമ്മള് പറക്കാൻ പോവാണ്. അതിന്റെ അപ്പുറത്തുകൊണ്ടേ മുക്കിയിടും നമ്മളെ. ഇല്ല. അങ്ങനെ ആദ്യമായിട്ട് എലി ബനാന ബോട്ടിൽ പോകാൻ പോവാണ്. അയ്യോ, എന്റെ കെട്ടോളം കാണാനില്ലേ? എന്റെ കെട്ടോളം കാണാനില്ലേ? എന്റെ കെട്ടോളം കാണാനില്ലേ? എന്താണ്? ആരാണ്? അങ്ങനെ എഴുതിയുടെ കിളി പറഞ്ഞിരിക്കുകയാണ്. ആര് വന്നിട്ടുണ്ട്? അമ്മ എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ഹാരിസിക്കാനും പ്രവീൺ മച്ചാനും കയറ്റി വിടണ്ട നമ്മള്. അടിപൊളിയായിരുന്നിട്ടാ, ഒന്നും പറയാനില്ല. അങ്ങനെ ബനാന ബോട്ടും കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? കിളി പോയി അവളുടെ. ഹാരിസിക്ക ഇവിടെ വലിയൊരു തിരമാല ഒന്നായിരുന്നല്ലോ. അപ്പൊ നമ്മള് ഇനി ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചൊരു 8 കിലോമീറ്റർ ലോങ് സ്ട്രെച്ച് സ്പീഡ് ബോട്ട് പോവാണ്. അത് കഴിഞ്ഞാണ് ഇനി അടുത്ത പരിപാടികളെ. ബൈ ബൈ. അങ്ങനെ നമ്മൾ കോറൽ ഐലൻഡിനോട് വിട പറഞ്ഞ് തിരിച്ച് പട്ടായയിലേക്ക് പോവാണ്. ഇനി പട്ടായയിൽ ചെന്നിട്ട് കാണാം. ഓ ഭയങ്കര 8 കിലോമീറ്റർ ലോങ് ഡ്രൈവ്. അതെ, നോട്ട് സ്ട്രെച്ച്. അപ്പൊ ഇനി നമ്മൾ ചെല്ലാനായിട്ട് പോകുന്നത് ഒരു മാളുണ്ട്. ആ മാളിന്റെ മുകളിൽ ഫ്ലൈറ്റ് ഇടിച്ച് കയറിയേക്കണ. അതിൻ്റെ ഉള്ളിലാണ്. കഷ്ടമായി പോയി. എന്തായാലും എന്താണ് അകത്തെ കാഴ്ച നോക്കാം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എടാ വലിയ ഫ്ലൈറ്റാടാ ഇത്. മൊത്തം ഇടിച്ച് കയറി അതിൻ്റെ ഉള്ളില്. പൊട്ടിത്തെറിച്ചില്ലാവോ? ബിലീവ് ഇറ്റ് ഓർ നോട്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രണ്ടെണ്ണം കിളി പോകാനായിട്ട് നിൽക്കണ്. ഒന്നിന്റെ പോവും, രണ്ടിന്റെയും പോവും. നമ്മുടെയും പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇവിടെയാണ് തോന്നുന്നുണ്ടാ ടിക്കറ്റ് കൗണ്ടർ. അപ്പൊ നമ്മള് പുറത്തുനിന്ന് കണ്ടപ്പോ ഒരു ഫ്ലൈറ്റ് ഇടിച്ചു കയറിയില്ലേ. അപ്പൊ അവര് കൊണ്ടുപോകാനായിട്ട് വെച്ചാണ് പെട്ടികളാണ് ഇട്ടത്. ഇതിൽ ഓരോന്നിലും അതിലെ പാസഞ്ചേഴ്സ് ആണ്. എന്തോടാ അത്? കയ്യാ. അപ്പൊ തുടക്കത്തില് തന്നെ 2 പോരാളികള് പറഞ്ഞു വിട്ട് പേടിച്ചിട്ട് പോയി. ഇക്കാ നമുക്ക് പോവാ, നമ്മള് ധീരന്മാരാ. സംഭവം ഇത് മാത്രമല്ല, ഇതിനുള്ളിൽ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആദ്യത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹൊറർ മൂഡാണ്. ബാ എന്താ സംഭവം നോക്കാം. ഏത് വഴി പോണ്ടേ? തുടങ്ങിയാലോ. അപ്പോ
everyone. This old classic turntable. Strong Egyptian body. Give her your finger, I tell you. He has never wanted this man finger. നടക്ക് ലൈറ്റ് വരാത്തെ നമ്മൾ നടന്നോളാം. ഇക്ക നടക്ക്. എന്താ ഉള്ളു? അവിടെ നല്ല കാര്യങ്ങൾ. അയ്യോ അമ്മേ എന്റെ പൊന്നത് ഞെട്ടിപ്പിച്ച് കൊല്ലാനായിട്ട് കൊണ്ടുവന്നേക്കണാണ് തോന്നുന്നു. ആളെ പേടിപ്പിച്ച് കൊല്ലാനായിട്ട്. ആരത്? ആട് തോമ്പേ. എന്റെ അമ്മേ ഞാൻ പോവില്ല. ഇത് വേറെന്താ പരിപാടി കേട്ടാ? അമ്മേ ഹായ്. പേടിപ്പിക്കാൻ നോക്കിയതാ. കുറച്ചൊക്കെ നമ്മൾ അവര് പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും ആരീ വാള് നിക്കണേ? ഓ no. അറക്കവന്റെ കാല്. അയ്യോ അയ്യോ അയ്യോ. കൊടുക്കണ കാശിന് പേടിച്ച് തൂറിപ്പോവാ. അങ്ങനെ പേടിച്ചൊക്കെ കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് ഒന്ന് റിലാക്സ് ആയിട്ട് വരുമ്പോ നമ്മള് പേടിച്ച് കിളി പറയാ ഫോട്ടോസ് ഒക്കെ ഇവിടെ ഉണ്ടാവട്ടാ. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ നിന്ന് ചെറിയൊരു റേറ്റിന് കിട്ടും. ഓർമ്മയ്ക്ക് സൂക്ഷിച്ചു വെക്കാം. അടിപൊളിയാ. അപ്പൊ നമ്മുടെ സൈക്കിളൊക്കെ നമ്മൾ ചവിട്ടിക്കൊണ്ട് നടക്കാറില്ലേ? അതിന്റെ പണ്ടത്തെ കാലത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാ? ഇതാണ് പണ്ട് കാലത്തെ സൈക്കിൾ കേട്ടാ. ഇവിടെയാണ് ആള് കയറി ഇരിക്കുക. ഇവിടെ ഹാൻഡില്, ബാക്കിൽ ചെറിയൊരു വീല്. നമ്മളിപ്പോ സൈക്കിൾ ചവിട്ടുമ്പോൾ ഒരു പെഡല് ചവിട്ടുന്നില്ലേ? അതൊക്കെ ഇതുമ്പോ ഇങ്ങനെ ചവിട്ടുമ്പോ സൈക്കിള് നീങ്ങും. പണ്ട് കാലത്തൊക്കെ ഭയങ്കര വലിയൊരു ഇൻവെൻഷൻ ആയിരുന്നു ഇതൊക്കെ. രവി, ആനേനല്ലേ കണ്ടിട്ടുള്ളൂ? ആനയുടെ അസ്ഥി കൂടെ കണ്ടിട്ടുണ്ടാ? ഇതാണ് ആനയുടെ അസ്ഥി കൂടോട്ടാ. എന്റെ പൊന്നു, ഇത്രയും വലിപ്പുണ്ടല്ലേ ആനയുടെ അസ്ഥി കൂടത്തിന്. ഏടാ നമ്മ പുറത്തുനിന്ന് പ്ലെയിന്റെ ബാക്കിയാണത്. അമ്പോ എടാ, നമ്മ പുറത്തുനിന്ന് ഇടിച്ചു കയറി തുടക്കത്തിൽ ഇൻട്രോയില് കാണിച്ചില്ലേ? ആ പ്ലെയിന്റെ ബാക്കിയിടത്. ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റോ? കയറാന്നോന്ന്? കേറാലേ അമ്മേ? അടിപൊളി. എടാ ആ പ്ലെയിന്റെ ബാക്കിയിടത്. ഇത് കോക്ക്പിറ്റ്. നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. അല്ല, ഇവിടെ ഉണ്ട്, ചെയറുണ്ട്. ഓ, ഇത് ഭയങ്കര പാട്ട്. ഇത് ഓടിക്കണോണ്ടല്ലേട്ടാ. എടാ ശരിക്കുള്ള പ്ലെയിൻ ശരിക്കുള്ള പ്ലെയിൻ. എടാ ഇത് മറ്റേതടാ, ഒരു പൈലറ്റ് പറഞ്ഞ അങ്ങോട്ട് പോവാന്ന്, ഒരു പൈലറ്റ് പറഞ്ഞ് ഇങ്ങോട്ട് പോവാന്ന്. അങ്ങനെ രണ്ടുപേരും കറക്കി കറക്കി പോയപ്പോഴാണ് ഈ ബിൽഡിംഗ് വന്ന് ഇടിച്ചേക്കാ. എന്നാലും ഇത് മണ്ടന്മാര് പൈലറ്റ് അവിടെ തൂക്കി കിടക്കട്ടെ. അവിടെ കണ്ടു പുറത്തിറങ്ങി കാണിച്ചു തരാം. അങ്ങനെ ഇടിച്ചു കയറിയ ഈ കാണുന്ന വലിയ മാളിൽ ഇടിച്ചു കയറിയ ഫ്ലൈറ്റിൽ ഞാനായിരുന്നു അന്ന് പൈലറ്റ്. ഇതേടാ നമ്മളുണ്ടാക്കിയ സാധനത്തിന്റെ ചെറുത്, നമ്മളുണ്ടാക്കിയത് വലുത്. തോട്ടിലുണ്ടാക്കിയത് അതിന്റെ ചെറുത്. അങ്ങനെ നമ്മുടെ പ്ലെയിനോട് വിട പറഞ്ഞ് അടുത്ത കാഴ്ചയിലേക്ക് പോവാണ്. നമ്മുടെ പൈലറ്റ് ഇവിടെ തൂങ്ങി കിടക്കണേ. അതിന്റെ അടുത്തൊരു കുരങ്ങനെ ഒരു പഴവും പിടിച്ചിട്ടുണ്ട്. എന്തിട്ടാണ് പഴം പിടിച്ചിക്കണേ കുരങ്ങ്?
ഏടാ പൈലറ്റേ വാ. അങ്ങനെ പേടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത പരിപാടി പിടിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹാരിസിക്കാട് റോയൽ ഹോളിഡേയ്സിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ ട്രിപ്പുകളൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തായ്ലൻഡ് പോലെ പല പല രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കണ്ട, ഫസ്റ്റ് പ്രയോറിറ്റി റോയൽ സ്കൈ ഹോളിഡേയ്സിനോടോ. അത്രയ്ക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ക്വാളിറ്റി ആണെങ്കിലും സർവീസ് ആണെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും. അപ്പോൾ എന്തായാലും റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ വരെ നാളെ വീണ്ടും തായ്ലൻഡിൽ തന്നെയാണെന്ന് പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ പരിപാടികൾ നിർത്തുന്നു. ടാറ്റ ബൈ ബൈ, സീ യു.